നമുക്കിന്ന് സൗദി വരെ ഒന്ന് പോയാലോ? അപ്പോൾ ഗൈസ് ഞാൻ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അവിടെ നിന്ന് പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് C26 ബസ് കയറി നേരെ ദുബായ് ടെർമിനൽ 2 എയർപോർട്ട് ടെർമിനൽ 2 ഞാൻ എത്തി. അവിടുന്ന് ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ വാങ്ങി ഞാൻ നേരെ ഇമിഗ്രേഷനിലേക്കാണ് ഗൈസ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗേറ്റൊന്നും തുറന്നിട്ടില്ലായിരുന്നു ഗൈസ്. നല്ല കട്ട പോസ്റ്റ് കിട്ടി. പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ തലയിൽ ജാക്കറ്റൊക്കെ ഇട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉറക്കം നോക്കുമ്പോൾ കവിള് മൊത്തം പാട് വീണ് കിടക്കുമായിരുന്നു. ഉറക്കത്തിൻ്റെ ഒരു തീവ്രത കൊണ്ട് ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. അങ്ങനെ പിന്നെ എനിക്കിന്ന് ജസ്റ്റ് ശുശുക്ക് പോകാൻ തോന്നി. അങ്ങനെ നേരെ ടോയ്ലറ്റിൽ പോയി. അവിടെ ചെന്നപ്പോൾ നല്ലൊരു മിറർ കിട്ടി. കുറച്ച് ഷോയൊക്കെ കാണിച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അവിടെ നിന്ന് പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് നേരെ വന്നപ്പോൾ അവിടെ ക്യൂ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബസ്സിലേക്ക് കയറി. ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോൾ അതൊന്ന് എഴഞ്ഞാണ് കേസ് പോയിക്കൊണ്ടിരുന്നത്. ഭയങ്കര പോസ്റ്റായിരുന്നു. എന്നാലും നമുക്ക് നല്ല വ്യൂസൊക്കെ കാണാൻ പറ്റി. അതായത് നമ്മുടെ എമിറേറ്റ്സ് നല്ല ചക്ക പോലത്തെ എമിറേറ്റ്സ് ഫ്ലൈറ്റ്സൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ട് പോകാമായിരുന്നു. അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് അതിനിടയിലാണെങ്കിൽ ആ ഉറക്കത്തിൻ്റെ ചടപ്പൊക്കെ ആയിട്ടാണ് കേസ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ നമ്മുടെ ദുബായിയുടെ ഫ്ലൈറ്റ് കണ്ടു. ഫ്ലൈറ്റിലേക്ക് നടക്കുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേസ്. ഒന്നാമത് എനിക്ക് നല്ല ഉറക്കച്ചടപ്പും എല്ലാമായിട്ടാണ് ഞാൻ പോയത്. അതിൻ്റെ കൂടെ ആ വെയിലും കൂടെ കൊണ്ട് ഞാൻ ചത്തു കേസ്. അങ്ങനെ പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് വിൻഡോ സീറ്റാണ് കേസ് കിട്ടിയിരുന്നത്. എന്താണെന്നറിയില്ല, എൻ്റെ ഒരു ഭാഗ്യത്തിന് എനിക്ക് എപ്പോഴും വിൻഡോ സൈഡ് തന്നെ കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ ചേച്ചിയുടെ ഇൻസ്ട്രക്ഷൻസൊക്കെ കേട്ട് അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോഴും ഒരു ഉറക്കത്തിൻ്റെ ഒരു ഇത് വിട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. അങ്ങനെ പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് എടുത്ത് പതുക്കെ പൊങ്ങി എപ്പോഴും എനിക്കെന്താണെന്നറിയില്ല, ഫ്ലൈറ്റ് എടുക്കാൻ നേരത്ത് അടിവയറ്റിൽ എന്തോ ഒരു സാധനം ബ്ലും എന്നിങ്ങനെ വരും. എന്തോ ചെറുപ്പം തൊട്ടേ എനിക്കിങ്ങനെ ഹൈറ്റ്സ് ഭയങ്കര പേടിയായത് കൊണ്ടിട്ട് ആ ഒരു സാധനം ഇപ്പോഴും ഉണ്ട്. ഞാൻ ഫ്ലൈറ്റ്സിൽ യാത്ര ചെയ്തിട്ട് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ വ്യൂസ് ആയിരുന്നു ഗൈസ് എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം താഴെ കൂടെ പോകുന്ന വെഹിക്കിൾസ് ഒന്നും അല്ലാതെ നമുക്ക് ഇങ്ങനൊരു സാധനം കാണാൻ പറ്റി ഗൈസ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ എയർ ഹോസ്റ്റസ് ചേച്ചി കൊണ്ടുവന്ന് നമുക്ക് കുറച്ച് ഫുഡൊക്കെ തന്നു. ആ ബോക്സിൽ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, വാട്ടർ ഉണ്ടായിരുന്നു, പിന്നെ നട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഡ്രിങ്ക് ഉണ്ടായിരുന്നു ഗൈസ്. ഒരു ഓറഞ്ചിൻ്റെ ഡ്രിങ്ക് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം എനിക്കിഷ്ടമായി ഗൈസ്. ആ ചോക്ലേറ്റ് ആണെങ്കിലും നട്ട്സ് ആണെങ്കിലും വാട്ടറിന് നമ്മൾ കുടിക്കുന്നതാണല്ലോ, ആ സാൻഡ്വിച്ച് ആണെങ്കിലും ഒക്കെ നല്ലതായിരുന്നു. അപ്പോഴത്തെ ഒരു വിശപ്പിൻ്റെ പുറത്ത് ഞാൻ അപ്പം തന്നെ എടുത്ത് കഴിച്ചു ഗൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഡ്രിങ്ക് എടുത്തൊന്ന് കുടിക്കാമെന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ മോനെ ഒരു കയ്പും പുളിയും എന്തൊക്കെയോ ഒരു വൃത്തികെട്ട ടേസ്റ്റായിരുന്നു ഗൈസ്. പിന്നെ എൻ്റെ മൂഡ് പോയി. ഞാൻ പിന്നെ കുടിച്ചില്ല അത്. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് സിനിമ കാണാമെന്ന് വിചാരിച്ച് പ്രകമ്പനമൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് നല്ല ഉറക്കം വന്നു. അത് കണ്ടിട്ടല്ല, അല്ലാതെ തന്നെ എനിക്ക് ഉറക്കം വന്നു. അങ്ങനെ പിന്നെ ഞാൻ ഉറങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ മോനെ ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു ഗൈസ് ഞാൻ കണ്ടത്. മേഘമൊക്കെ കൂടി ഇങ്ങനെ ഒരു പന്നിക്കെട്ട് പോലെ നിൽക്കുന്നു. അങ്ങനെ ഞാൻ അത് കണ്ട് കിടന്ന് ഉറങ്ങി ഗൈസ്. ഉറങ്ങിയൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ വീണ്ടും ഒരു ചത്ത അവസ്ഥയായി ഗൈസ്. കാരണം എനിക്ക് ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ഒരു മടുപ്പാണ്. ഇങ്ങനെ ആ ഇക്കാക്കാനോട് സംസാരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇക്കാക്ക നോക്കണമില്ല, മൈൻഡ് ചെയ്യണമില്ല. അങ്ങനെ പിന്നെ ഞാൻ ആ ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു. ചോക്ലേറ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ ആ നട്ട്സ് എടുത്ത് അതും കുറച്ച് നേരം ഇരുന്ന് കഴിച്ചു. ഇതൊക്കെ കഴിച്ച് വന്ന് നോക്കുമ്പോൾ നമ്മുടെ അനൗൺസ്മെൻറ്റ് വന്നു, താഴേക്ക് ഇറങ്ങാൻ ടൈമായി എന്ന് പറഞ്ഞ് നോക്കുമ്പം താഴെ മരുഭൂമി. സൗദി എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണെന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെ പിന്നെ നമ്മൾ സൗദി എത്തി. നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുവാണ്. സൗദിന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ വാപ്പീനെയാണ് ഗൈസ് ഓർമ്മ വരുന്നത്. കാരണം എൻ്റെ വാപ്പി കുറേ നാൾ സൗദിയിലായിരുന്നു. അങ്ങനെ അതും മനസ്സിൽ വെച്ചിരുന്ന കൊണ്ടാണോന്ന് അറിയില്ല, വാപ്പീനെ പോലെ ഒരാളെ ഞാൻ അവിടെ കണ്ടു. ആളുടെ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ച് വാപ്പിക്ക് അയച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇറങ്ങാനായിട്ട് ടൈമായി. എന്നാലും എൻ്റെ മുഖത്തൊക്കെ ആകെ ഒരു ക്ഷീണം, ആകെ പാടേ ഞാൻ ചത്ത അവസ്ഥ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബസ് വീണ്ടും കയറി നേരെ എത്തേണ്ട അടുത്തേക്ക് എത്തി കേസ്. അപ്പം ഇത്രേ ഉള്ളൂ, ബൈ.